അസ്സലാമലൈക്കും. ഞാനിന്നൊരു സ്നോ വീഡിയോ ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. എല്ലാം അവസാനിച്ചെന്ന് പറയും, പിന്നെ കാണാൻ അത്രയും തന്നെ വീണ്ടും സ്നോ പെയ്യണത്. സ്നോ പെയ്യണ കാണുമ്പോൾ കാണാനൊക്കെ നല്ല രസമാണ്, പക്ഷെ നമുക്ക് അനുഭവിക്കാൻ കാണുന്ന അത്ര ഒരു സുഖമില്ല കേട്ടോ. ഇന്ന് ഇത്തിരി വെയിലും തണുപ്പും കൂടിയിട്ടുള്ളൊരു വെതറാണ്. നാട്ടിൽ നിന്ന് എല്ലാവരും വിളിക്കുമ്പോൾ നാട്ടിൽ ഭയങ്കര ചൂടാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാമ്പിൻ്റെ ശല്യം, കുഞ്ഞുകുട്ടികളുടെ മരണമൊക്കെ കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കട്ടോ. നിങ്ങളുടെ വീടിൻ്റെ പരിസരമൊക്കെ നന്നായി വൃത്തിയായിട്ട് സൂക്ഷിക്കുക. സാധനങ്ങൾ കൂട്ടിയിട്ടതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക കേട്ടോ. നാട്ടിലെ ചൂട് പറഞ്ഞ് കേൾക്കുമ്പോൾ ഇവിടുത്തെ തണുപ്പ് ഒരു സുഖം പോലെ തോന്നും, പക്ഷേ തണുപ്പിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ പ്രശ്നം. അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഹീറ്റർ ഉള്ളതുകൊണ്ട് നമ്മളത് അനുഭവിക്കണില്ല. വിൻ്ററിൻ്റെ സമയത്ത് തണുപ്പ് തട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ വിൻ്റർ ജാക്കറ്റും വിൻ്റർ ഷൂസും അതുപോലെ ഗ്ലൗസൊക്കെ യൂസ് ചെയ്യും. പിന്നെ നമുക്ക് ഗ്ലൗസൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോൺ ഉപയോഗിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഗ്ലൗസ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൈയൊക്കെ ഇങ്ങനെ ഫ്രീസാവും. അതുപോലെ തന്നെ മുഖമൊക്കെ നമുക്ക് തരിക്കും. അങ്ങനെ തന്നെ പറയാം, തരിച്ച് നമുക്ക് വല്ലാത്തൊരു അവസ്ഥയിലാവും. ഇവിടെ പഠിക്കുന്ന കുട്ടികളായാലും ജോലിക്ക് പോകുന്ന കുട്ടികൾക്കായാലും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് വിൻ്ററിൻ്റെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അവർ രാവിലെ പോണ സമയത്ത് സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവില്ല, തിരിച്ചു വരുമ്പോൾ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ അവർ സൂര്യനെ കാണുന്നേ ഇല്ല എന്ന് പറയാം. എൻ്റെ മൂന്നാമത്തെ വിൻ്റർ കേട്ടോ അത്. ഫസ്റ്റ് വന്ന ആ വിൻ്ററിൽ -49 വരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര തണുപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്. പോരാത്തതിന് നല്ല കാറ്റുണ്ടാവും. തണുപ്പും കാറ്റും മഞ്ഞും കൂടെയൊക്കെ ആകുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു കാലാവസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെ മഞ്ഞുരുക്കിയിട്ട് ഐസാകുന്നൊരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിലാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. വാഹനാപകടങ്ങളായാലും അതുപോലെ തന്നെ നമ്മൾ വഴിക്ക് വീഴലൊക്കെ കൂടുതൽ ആ സമയത്തായിട്ട് ഉണ്ടാവുക. ഇത് ഞങ്ങളുടെ ബാക്ക് യാർഡാണ് കേട്ടോ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മഞ്ഞ് പെയ്യണ കാണാൻ പറ്റും. ഇന്നലെ നന്നായി മഞ്ഞ് പെയ്തിരുന്നു. ഫസ്റ്റ് ടൈമൊക്കെ ഇവിടെ വന്ന സമയത്ത് നമുക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ സ്നോ ഒക്കെ കാണുമ്പോൾ. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും സ്നോ പെയ്യണതൊക്കെ കാണുന്നതും പിന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ വൈറ്റായിട്ട് കിടക്കുന്നതൊക്കെ. എല്ലാവരും പറയും ആ കാനഡയിൽ നല്ല രസമല്ലേ കാണാൻ, നല്ല മഞ്ഞല്ലേ എന്നൊക്കെ. മഞ്ഞിനുണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ട്. നാട്ടിൽ തന്നെ ഡിസംബർ ജനുവരി സമയത്ത് തന്നെയുള്ള തണുപ്പ് നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കില്ലേ. ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണെങ്കിൽ തണുപ്പ്. ഇതാണെങ്കിൽ ലോങ് ആയിട്ടുള്ളൊരു വെതർ. വിൻ്ററിൻ്റെ സമയത്ത് സ്നോ പെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയം തോന്നും. കാരണം വെച്ചാൽ മണിക്കൂറുകളോളം അതുപോലെ ദിവസങ്ങളോളം ഇങ്ങനെ നിന്ന് മഞ്ഞ് പെയ്യുക കാണാൻ നല്ല ഭംഗിയില്ലേ, വൈറ്റ് കളറിൽ ഇങ്ങനെ. ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ വിചാരിച്ചത് ടിഷ്യൂ പേപ്പർ മേലെ നിന്ന് വീണ പോലെ എനിക്ക് ആദ്യം തോന്നിയത് കേട്ടോ. കീറിയിട്ടിട്ട് ഇങ്ങനെ വീണ പോലെ. പിന്നെ എനിക്ക് മനസ്സിലായത് സ്നോ ആണെന്നുള്ളത്. എന്തായാലും ഓരോ നാട്ടിലെ ഓരോ വെതറുകൾ. ഇപ്പോൾ 7 മാസമായി ഇപ്പോൾ ഈ വിൻ്റർ തുടങ്ങിയിട്ട്, തണുപ്പും മഞ്ഞൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ ഇതോടുകൂടെ അവസാനിക്കുന്നതാണ് പറയണത്. അറിയില്ല അതുപോലെ ഇനിയും വീണ്ടും മഞ്ഞുണ്ടാവും എന്നുള്ള കാര്യം. ഫസ്റ്റ് വിൻ്ററിൽ സ്നോ പെയ്യണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു കേട്ടോ. കഴിഞ്ഞ വെച്ചിട്ടുണ്ടെങ്കിൽ നിർത്താതെ ഇങ്ങനെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുക മണിക്കൂറുകളോളം ദിവസങ്ങളോളം. ഭയങ്കര ഒരു അതിശയം പോലെ തോന്നിയിരുന്നു. അതുപോലെ തന്നെ മഞ്ഞിൽ ഇറങ്ങാനും അതുപോലെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. ഇപ്പം നമുക്ക് തീരെ പറ്റാത്ത പോലെ, അതുപോലെ തന്നെ അസുഖങ്ങൾ കൂടുതലായിട്ട് വരുന്നത് ഈ സമയത്ത് തന്നെയാണ്. ഇതൊരു ഫ്രോസൺ ലേക്കാട്ടോ. അപ്പോൾ ആൾക്കാർ എൻ്റെ മേലെ കൂടെ നടക്കണതാണ് ഈ കാണുന്നത്. ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ കളിക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞാൻ അവിടേക്കൊന്നും അധികമായിട്ട് പോയില്ല. കുറച്ച് വീഡിയോസ് എടുത്തിട്ട് ഞാൻ കയറി വന്നു. ഇതൊരു വീടാട്ടോ. വീടിൻ്റെ മേലെ മുഴുവൻ സ്നോ ആണ്. അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, ഭയങ്കരമായിട്ട് സ്നോ ഉണ്ടായിരുന്ന സമയമായിരുന്നു. നമുക്ക് നടക്കാനുള്ള വഴികളൊക്കെ എപ്പോഴും ക്ലീൻ ആക്കിയിട്ടുണ്ടാവും. പക്ഷേ അപ്പം തന്നെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ വീണ്ടും അവിടെ നിറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ക്ലീൻ ആക്കണോണ്ട് നമുക്ക് സുഖമായിട്ട് നടക്കാനൊക്കെ പറ്റും. ഈ വീഡിയോസ് എല്ലാം പെരുന്നാളിന് ഞങ്ങൾ ബാൻഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്ത വീഡിയോസൊക്കെ ഉണ്ടത്. ഓരോരുത്തരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് നടക്കാനുള്ളൊരു വഴികളുണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വഴികളിലൊക്കെ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആൾക്കാർ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഐസിൽ വഴിക്കാണ് ആൾക്കാർ വീണ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പണിഷ്മെൻറ്റ് കിട്ടുന്നതാണ്. കാരണം വെച്ചാൽ ഫൈനും കൊടുക്കണം, പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കാരണം ഓരോരുത്തരുടെ വീടിൻ്റെ ഫ്രണ്ട് എപ്പോഴും ക്ലീൻ ആക്കും. അപ്പോൾ നമ്മൾ സ്നോ പെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ക്ലീൻ ആക്കിയില്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മേലക്ക് വന്നിട്ട് ഒരുപാട് ഹൈറ്റിൽ വരും. ഓരോ നാടിനും അതിൻ്റേതായ പ്രത്യേകതകളും ഭംഗിയുമില്ലേ കാണാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇന്നിട്ട സ്നോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഇനി എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.